കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അച്ഛൻ വരുന്നതിൻ്റെ സന്തോഷത്തിൽ അച്ഛൻ ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സുനന്ദയും അമ്മയും കൂടി. അച്ഛൻ ഞെട്ടിച്ചു കളഞ്ഞല്ലോ, അല്ലെങ്കിൽ ആദ്യമേ ഡേറ്റ് ഒക്കെ അറിയിക്കുന്നതല്ലേ. ഇതിപ്പോ ഇന്നലെ വിളിച്ചു പറഞ്ഞു ഇന്ന് വരുന്നു, എന്താ അങ്ങനെ എന്ന് സുനന്ദ ചോദിക്കുമ്പോ എന്നോട് പോലും ടിക്കറ്റ് എടുത്തിട്ടാ പറഞ്ഞത്, എന്തോ അത്യാവശ്യ കാര്യത്തിനാണത്രേ എന്ന് അമ്മ പറയുമ്പോ എന്ത് അത്യാവശ്യമെന്ന് സുനന്ദയും. എനിക്കറിയില്ല, വരുമ്പോ നീ തന്നെ നേരിട്ട് ചോദിച്ചോ എന്ന് അമ്മ പറയുമ്പോഴേക്കും കാറിന്റെ ഹോൺ ശബ്ദം കേട്ട് കാറ് വന്നു, അച്ഛനാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് സുനന്ദയും പുറകെ അമ്മയും വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ അച്ഛൻ കാറിൽ നിന്നിറങ്ങി മുറ്റത്തേക്ക് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അച്ഛനെ കണ്ടവൾ സന്തോഷത്തോടെ ഓടിച്ചെന്ന് ചേർത്ത് പിടിച്ച് അച്ഛൻ തടിച്ചു കേട്ടോ എന്ന് പറയുമ്പോഴേക്കും നീ കുറച്ചുകൂടി ഉയരവും വെച്ചെന്ന് അച്ഛനും. അപ്പോഴേക്കും ലളിതയും ടെൻഷനോടെ സീറ്റോട്ടിൽ വന്ന് നിൽപ്പുണ്ട്. അദ്ദേഹം അവരോടായി എന്താ ലളിതയെ അവിടെ തന്നെ നിന്നു കളഞ്ഞത് എന്ന് ചോദിച്ച് ലളിതയുടെ അടുത്തേക്ക് ചെന്ന് അല്ല നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അളിയോ അത് സന്തോഷ കണ്ണീരാ, 3 വർഷമായില്ലേ കണ്ടിട്ട് എന്ന് ചോദിച്ച് അവരുടെ ചേട്ടൻ ഗംഗാധരനും പെട്ടിയും ബാഗുമെല്ലാം വണ്ടി നിറക്കി വെക്കുന്നുണ്ട്. എല്ലാ വർഷവും വരണമെന്ന് ആഗ്രഹിക്കാഞ്ഞിട്ടല്ല ലളിതേ, വന്നു മടങ്ങിപ്പോകുന്ന കാശ് ചേർത്ത് വെച്ച അത്രയും ആയില്ലെന്ന് കരുതി. അദ്ദേഹം പറയുമ്പോ എനിക്കറിയാം തന്നെയേട്ടാ എന്ന് തന്റെ കണ്ണീര് തുടച്ചുകൊണ്ട് ലളിതയും പെട്ടികളൊക്കെ എടുക്കെന്ന് അദ്ദേഹം പറയുമ്പോഴേക്കും സുനന്ദയും ഒരു ബാഗ് തൂക്കിയെടുത്തോണ്ട് നല്ല കനമുണ്ടല്ലോ അച്ഛാ, ഒരുപാട് സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് ചോദിക്കുമ്പോ നിനക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിയ കുറെ സാധനങ്ങളുണ്ട് അതാ എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെയും വിളിച്ചോണ്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. സോഫയിലിരുന്നോണ്ട് ലളിതേ നീ ഇടാറുള്ള ആ സ്പെഷ്യൽ ചായ ഇല്ലേ, ആദ്യം അത് കൊണ്ടുവാ എന്ന് പറയുമ്പോ ലളിതയും ഗംഗേട്ടന് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട, എനിക്കുള്ളത് അളിയൻ എന്തെങ്കിലും കൊണ്ടുവന്ന് കാണും അല്ലേ അളിയ എന്ന് ചിരിയോടെ ചോദിക്കുന്നുണ്ട് ഗംഗാധരനും. ലളിത അത് കേട്ട് ചിരിയോടെ ചായ ഇടാനായി പോകുമ്പോഴേക്കും സുനു എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ എന്ന് തന്റെ അരികിൽ നിൽക്കുന്ന സുനന്ദയോടായി അച്ഛൻ ചോദിക്കുന്നുണ്ട്. അത് ഉഷാറല്ലേ അച്ഛാ, ഈ വർഷം കൂടി കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞു എന്നവൾ പറയുമ്പോ അപ്പോ അതോടെ പഠിപ്പ് തീർന്നൊന്ന് സാരം അല്ലേ എന്നച്ഛനും. അയ്യോ PGക്ക് പോണ്ടേ എന്നവൾ ചോദിക്കുമ്പോ വേണോ എന്നച്ഛൻ ചോദിക്കുമ്പോ വേണമെന്ന് സുനന്ദയും. ആലോചിക്കാം, നീ ആ നീല പെട്ടിയെടുത്ത് ഇങ്ങോട്ട് വെക്കുന്ന സുനന്ദയോടായി പറയുന്നുണ്ട് അച്ഛൻ. അപ്പോഴേക്കും ലളിത താൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആ ചായ കുടിച്ച് നോക്കിക്കൊണ്ട് ആഹാ നല്ല അസല് ചായ കേട്ടോ എന്ന് പറഞ്ഞ് ആ പെട്ടി തുറന്ന് അതിന്ന് ഒരു ജ്വല്ലറി ബോക്സ് എടുത്ത് ലളിതയ്ക്ക് നൽകിക്കൊണ്ട് തുറന്നു നോക്കാനായി പറയുന്നുണ്ട്. അത് തുറന്നു നോക്കി സന്തോഷത്തോടെ നിൽക്കുന്ന ലളിതയോടായി ഇവളുടെ കല്യാണത്തിന് നിലക്കിടാനുള്ളതാണെന്ന് സുനന്ദയുടെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പോ എനിക്കൊന്നുമില്ലേ അച്ഛ എന്ന് പരിഭവത്തോടെ സുനന്ദ ചോദിക്കുമ്പോ അയ്യോ ഈ പെട്ടി നിറയെ നിനക്കുള്ള സാധനങ്ങളാ എന്നച്ഛൻ പറയുന്നത് കേട്ട് സന്തോഷത്തോടെ ചിരിച്ചോണ്ട് അച്ഛൻ എന്താ ഒരു അറിയിപ്പുമില്ലാതെ പെട്ടെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച സംസാരിച്ചപ്പോ അച്ഛൻ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്നവൾ ചോദിക്കുന്നുണ്ട്. അതൊരു പ്രധാന വിഷയം വന്നു, ഉടൻ തന്നെ വന്ന് തീരുമാനിച്ചുറപ്പിക്കാമെന്ന് വെച്ചു എന്നച്ഛൻ പറയുന്ന കേട്ട് അമ്പരപ്പോടെ എന്ത് വിഷയം എന്ന് സുനന്ദയും. നിന്റെ കല്യാണം, അല്ലാതെ എനിക്ക് എന്ത് വിഷയമാ പ്രധാനം എന്നച്ഛൻ പറയുന്നത് കേൾക്കെ സുനന്ദയ്ക്കും അതൊരു ഷോക്കാവുന്നുണ്ട്. ലളിതയും സന്തോഷത്തോടെ പയ്യൻ എങ്ങനെയുണ്ട്, കൂടുതലൊന്നും ചോദിക്കാൻ പറ്റിയില്ല എന്ന് ചോദിക്കുമ്പോൾ നല്ല തങ്കം പോലുള്ള ഒരു ചെറുക്കൻ എന്റെ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നതാ, കൊട്ടാരക്കരയിലാ വീട്. സംസാരത്തിനിടയിലാ വീട്ടിൽ അവനെ കല്യാണം ആലോചിക്കുന്നു എന്നറിയുന്നത്. എന്നാ പിന്നെ ഇവളുടെ കാര്യമെന്ന് സംസാരിച്ചാലോന്ന് കരുതി. ഫോട്ടോ കാണിച്ചപ്പോ അവർക്കങ്ങ് ഇഷ്ടവുമായി. നാട്ടിൽ അന്വേഷിച്ചപ്പോ അവനെപ്പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായവുമാ. കൂടെപ്പിറപ്പായി ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. ആ കുട്ടി അങ്ങ് കല്യാണം കഴിഞ്ഞ് UK-യിലാ. ഈ പയ്യനും UK-യിലേക്കൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. മിക്കവാറും ഒരു കൊല്ലത്തിനുള്ളിൽ അവനും പോവും. കല്യാണം കഴിഞ്ഞാലേ നിനക്കും UK-യിലേക്ക് പോവാം, അവിടെ പോയി സെറ്റിൽ ചെയ്യാം, പിന്നെ ഈ നാട്ടിലേക്ക് വരികയേ വേണ്ട, വെള്ളക്കാരെ പോലെ ജീവിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും സുനന്ദയും ചെറുതായി ചിരിച്ചെന്ന് വരുത്തുന്നുണ്ട്. പയ്യനും ഇപ്പൊ നാട്ടിലുണ്ട്, 2 മാസത്തെ ലീവാ. പെണ്ണ് കാണലും നിശ്ചയവും കല്യാണവും ഒക്കെ അതിനുള്ളിൽ അങ്ങ് നടത്താമെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. ഉടനെ ലീവ് സാങ്ഷനാക്കി ഞാൻ ഇങ്ങ് പോന്നു എന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോ വലിയ വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നല്ലോ. അവരെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവോ, ചോദിക്കുന്നത് കൊടുക്കാൻ നമ്മുടെ കയ്യിലും വേണ്ടേ എന്നമ്മയും ആദ്യോടെ ചോദിക്കുമ്പോ എടി നമുക്കുള്ളതെല്ലാം ഇവൾക്കുള്ളതല്ലേ ലളിതേ, അതേപ്പറ്റി ഓർത്ത് നീ വിഷമിക്കണ്ട, എല്ലാം നടക്കും. ഞാൻ ആ കാര്യമൊക്കെ സംസാരിച്ചു. ചെറുക്കന് ഒരു ഡിമാൻഡുമില്ല, മാത്രമല്ല അവൻ ഈ കാര്യങ്ങൾക്കൊക്കെ എതിരും എന്നച്ഛൻ പറയുന്ന കേട്ട് ആഹാ അപ്പോ നല്ല നിലപാടുള്ളൊരുത്തനാണ്, ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, എന്നോട് സംസാരിച്ച് ഇതങ്ങ് ഉറപ്പിക്കാമെന്ന് ഗംഗാധരനും പറയുന്നുണ്ട്. അതെ ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് കാര്യവുമുള്ളൂ എന്നവളുടെ അച്ഛൻ പറയുന്നത് കേട്ട് സുനന്ദയ്ക്കും ആകെ വിഷമമാവുന്നുണ്ട്. അവിടെ മുറ്റത്തൂടെ ഉലാത്തിക്കൊണ്ട് സുഭാഷ് എന്തോ ആലോചിച്ച് നടക്കുമ്പോഴാണ് അങ്ങോട്ട് വന്ന സുധീഷ് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് കൂട്ടുന്നുണ്ടല്ലോ, എന്തു പറ്റി എന്ന് ചോദിക്കുന്നത്. അതിന് ഞാൻ ഇരിക്കുവല്ലോ നിൽക്കുവല്ലേ. സുഭാഷിന്റെ ചോദ്യം കേട്ടൊരു ചമ്മലോടെ
അച്ഛൻ കൊണ്ടുവന്ന് തൂക്കിയ ഫോട്ടോ കണ്ടില്ലേ, എങ്ങനെയുണ്ട്? ആളെ പിരികേറ്റി ഫോട്ടോ ഫ്രെയിം ചെയ്യിപ്പിച്ചത് ഞാൻ തന്നെയാ എന്നവൻ പറയുമ്പോ എന്തിനെന്ന് സുഭാഷും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കല്യാണം ശരിക്കും നടന്നു തന്നെയാ. അത് അവൾക്ക് തോന്നിപ്പിക്കണം. അപ്പൊ പിന്നെ ഫോട്ടോ വെച്ച് തുടങ്ങാമെന്ന് കരുതി. അത് ഒരു രേഖ പോലെ എല്ലാ ദിവസവും കാണാലോ എന്ന് സുധീഷ് പറയുമ്പോ, ഡാ ആ കുട്ടിയില്ലേ, ആ കുട്ടി പാവമല്ലേന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അപ്പോ ഞാൻ പാവമല്ലേ ചേട്ടാ? ആ ഫോട്ടോ എല്ലാ ദിവസവും കണ്ട് കണ്ട് അവൾക്കൊരിത് തോന്നട്ടെ ചേട്ടാ. പിന്നെ എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ അത്രമാത്രം കുഴപ്പക്കാരനാണോ? ആണോ എന്ന സുധീഷിന്റെ ചോദ്യം കേട്ട് സുഭാഷ് അവനെ ദേഷ്യത്തോടെ നോക്കുന്നു കണ്ട്, അയ്യോ സുഭാഷ് ഏട്ടാ, ഞാൻ ഒരുപാട് മാറി. പിന്നെ സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനൊരു കാര്യം അറിയോ? ജോലി ചെയ്തിരുന്ന സ്ഥലമില്ലേ, അവിടെ തന്നെ വീണ്ടും ജോലിക്ക് കയറി. അവൻ പറയുന്നത് കേൾക്കാൻ അമ്പരപ്പോടെ ശരിക്കും എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ആണെന്നേ, അവരോട് പോയി സംസാരിച്ച് ഞാൻ എന്റെ ജോലി തിരികെ വാങ്ങിച്ചു. ഇപ്പൊ കാശിനൊരു വഴിയായല്ലോ. ഇനി അവളെ നന്നായി നോക്കണം സുഭാഷ് ഏട്ടാ. അവൻ പറയുന്നത് കേട്ട് സന്തോഷത്തോടെ, അതെ നീ നന്നായിരുന്ന എനിക്ക് സന്തോഷം തന്നെയല്ലേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് പറയുന്നുണ്ട്, പിന്നൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ അവളുടെ വീട്ടിൽ ഡ്രൈവറായി നിൽക്കുന്ന സമയത്തെ ആയി തോന്നിയതെല്ലാം വെച്ച് കാച്ചിയിട്ടുണ്ട്. ചേട്ടൻ ആർക്കിടെക്ട്, ഹരീഷിന് മെക്കാനിക് സ്പാ, യേഷിന് ഫോറിൽ പോണം, അങ്ങനെയൊക്കെ. അന്ന് അതൊക്കെ ചുമ്മാ പറഞ്ഞതാ. അതിപ്പോ വലിയ കുരുക്കായി പോയി. എല്ലാം ഇപ്പോ അവൾക്ക് മനസ്സിലായല്ലോ. അല്ല, അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഈ നികേഷുമായി സംസാരിച്ചപ്പോഴേ ആ കാര്യം അങ്ങ് പൊളിഞ്ഞു. അവൻ നിധിയും കൊണ്ട് ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് പോയി. അപ്പൊ അതും പൊളിഞ്ഞു. അത്രയേ ഉള്ളൂ. എന്റെ അടുത്ത് വന്ന് നുണ പറഞ്ഞതിനെ പറ്റി ചോദിച്ചു. പക്ഷേ അവള് ദേഷ്യപ്പെട്ടൊന്നുമില്ല കേട്ടോ. ശരി എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടുകളഞ്ഞു എന്ന് സുധീഷ് പറയുന്ന കേട്ട് ചിരിയോടെ, നീ വായെടുത്ത നുണയെ പറയുന്ന കാര്യം അവൾക്കും മനസ്സിലായി. എടാ, ഇതൊന്നും നല്ലതല്ല കേട്ടോ എന്ന് സുഭാഷും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ കുഴപ്പാന്നേ. നേരെ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ എനിക്ക് ഇഷ്ടമായി സുധീഷേ, നീ എന്തു പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ലെന്നാണ് അവൾ ഉദ്ദേശിച്ചതെങ്കിലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ, അങ്ങനെയല്ലല്ലോ എന്ന് സുഭാഷും. അങ്ങനെയാണെന്നേ നമ്മൾ വിചാരിക്കാവൂ. അപ്പോഴേ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ ഒരു ആത്മബലം കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേമം ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റും എന്ന് സുധീഷ് പറയുന്ന കേട്ട്, എങ്ങനെ എന്ന് സുഭാഷും. ഇങ്ങനെ അവസാനം ആ പ്രേമത്തെ മനസ്സിലാക്കി അവൾ എന്നെ തിരിച്ചു സ്നേഹിക്കും. ആലോചിക്കുമ്പോ തന്നെ എന്തൊരു രസം എന്ന് പറഞ്ഞ് ചിരിയോടെ ആലോചനയോടെ നിൽപ്പുണ്ട് സുധീഷ്. ഈ പ്രേമം തലയ്ക്ക് പിടിച്ചാ പിന്നെ എല്ലാം നല്ല രസമായിട്ട് അങ്ങ് തോന്നും. നോക്കൂ ആകാശ്, എന്ത് ഭംഗിയല്ലേ എന്ന് വശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ സുധീഷ്, ചേട്ടാ ആ നക്ഷത്രം കണ്ടോ? അയ്യോ, അത് നിധിയുടെ കണ്ണുപോലെയുണ്ട് എന്ന് പറഞ്ഞ് അതിനൊരു ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നുണ്ട് സുധീഷ്. രാവിലെ ആവുമ്പോ നിധി അവിടെ ഡൈനിങ് ഹാളിലിരുന്ന് ബുക്ക് വായിച്ചോണ്ടിരിക്കുക. സുഭാഷ് അടുക്കളയിൽ ജോലിയില്ല. അപ്പോഴാണ് സുനന്ദ സങ്കടത്തോടെ അടുക്കളവാതിൽ വഴി വന്ന് സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കുന്നത്. അവളെ കണ്ട് നീയോ വാ എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തോട്ട് വിളിക്കുമ്പോൾ അവൾ ടെൻഷനോടെ അടുക്കളയിലേക്ക് കയറി വരുന്നുണ്ട്. അല്ല, നീ വല്ലതും കഴിച്ചോ? ഇഡ്ഡലിയുണ്ട്, എടുക്കട്ടെ എന്ന് പറഞ്ഞ് താൻ കുടിച്ചോണ്ടിരുന്ന ചായ കുടിച്ചു തീർത്ത് ഗ്ലാസ് വെച്ച് തിരിയുമ്പോഴേക്കും കരച്ചിലോടെ നിൽക്കുന്ന സുനന്ദയെ കണ്ട്, എന്തു പറ്റി? എന്തിനാ കരയുന്നേ? നീ കാര്യം പറ. എന്താ, അമ്മായി അടിച്ചോ? കാര്യം പറ, എന്ത് പറ്റിയതാ എന്ന് സുഭാഷ് ചോദിക്കുന്ന കേട്ട് നിധിയും അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നും പറയാനാവാതെ കരച്ചിലോടെ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുമ്പോഴേക്കും അവളുടെ കരച്ചിൽ കേട്ട് നിധിയും അവിടെ നെണീറ്റ് അടുക്കളയിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. ഇവിടെ സുഭാഷിനെ ചേർത്ത് പിടിച്ച് പൊട്ടി കരയുന്ന സുനന്ദയോടായി, നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ എന്ന് പറയുമ്പോ, എനിക്ക് പറ്റില്ല സുഭാഷ് ഏട്ടാ. വീട്ടിലൊരു പെണ്ണ് കാണാൻ ഇന്നൊരാള് വരുമെന്ന് പറയുന്നു. എനിക്ക് വയ്യ അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ. സുഭാഷേട്ടനെ അല്ലാതെ എനിക്ക് വേറൊരാളെ ആലോചിക്കാൻ പോലും പറ്റില്ല. അമ്മയുടെയും അച്ഛന്റെയും മുന്നിൽ എനിക്ക് സുഭാഷേട്ടന്റെ കാര്യം പറയാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞവൾ സുഭാഷിനെ ചേർത്ത് പിടിച്ച് കരയുമ്പോഴേക്കും നന്ദയും അത് കണ്ട് ടെൻഷനോടെ നോക്കി നിൽപ്പാ. അപ്പോഴേക്കും അവളുടെ അമ്മയും അച്ഛനും സുഭാഷിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഉമ്മറത്തെത്തുമ്പോഴേക്കും അവളുടെ പോക്ക് നേരെയല്ല, പുറകിലൂടെയാ. ആ ദനയേട്ടാ എന്ന് പറഞ്ഞ് അവളുടെ അമ്മ അദ്ദേഹത്തെ പുറകുവശത്തൂടി കൊണ്ടുവന്ന് ഒരു വടി ഒടിച്ചെടുത്ത്, അവള് ഞാൻ ഇന്ന് തല്ലിക്കൊല്ലും, വാ ദനയേട്ടാ എന്ന് പറഞ്ഞ് പുറകുവശത്തൂടെ കയറി അടുക്കളയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ സുഭാഷിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന സുനന്ദയാണ് കാണുന്നത്. അത് കാണേ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട്, ഡി ഇവിടെ വന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കണോടി, നിനക്ക് നാണമുണ്ടോടി? കുറച്ചു നേരം ഞാൻ എങ്ങോട്ടേലും മാറി നിന്ന അപ്പൊ ഓടി ഇങ്ങോട്ട് വരും. കണ്ണ് തെറ്റിയാ വരും, നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമിടി. എന്റെ അച്ഛനെ നാണം കെടുത്താനോടോ ഉണ്ട് നിന്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് ആ വടിയുമായി അവളെ പൊതിരെ തല്ലുമ്പോഴേക്കും അമ്മായി വേണ്ടെന്നും പറഞ്ഞ് സുഭാഷും അവരെ തടയാനായി നോക്കുന്നുണ്ട്. ലളിത അപ്പോഴേക്കും ധനേനോടായി, ധനേട്ടാ ചോദിക്ക് ധനേട്ടാ, ഇതാണുങ്ങൾ തമ്മിൽ തീർക്കേണ്ട കേസാ, ചോദിക്ക് ധനേട്ടാ ചോദിക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മുന്നിലേക്ക് തള്ളിവിടുമ്പോഴേക്കും അദ്ദേഹം സുഭാഷിന്റെ ടീഷർട്ടിന്റെ കോളറിനിട്ട് പിടിച്ചോണ്ട്, എന്റെ മോളെ വിളിച്ചു വരുത്തിയിട്ട് കയറി പിടിക്കുന്നോ നായെ എന്ന് ചോദിച്ച് സുഭാഷിന്റെ ഇരു കവിളത്തും ആഞ്ഞടിക്കുന്നുണ്ട്. സുനന്ദ അത് തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അമ്മായി അവളെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക. അവളുടെ അച്ഛൻ നിർത്താതെ സുഭാഷിനെ തല്ലിച്ചതയ്ക്കുന്നത് കണ്ട് നിധിയും അവരുടെ ഇടയിൽ കയറി നിന്ന് അദ്ദേഹത്തെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുന്നുണ്ട്. സുനന്ദയുടെ അച്ഛനും അടിനിർത്തിക്കൊണ്ട്, എന്റെ മോളുടെ കല്യാണം മുടക്കാനായി നീ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേടാ
എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ സുഭാഷേട്ടൻ അടിക്കുന്നത്? സുനന്ദയെ ഇങ്ങോട്ട് സുഭാഷേട്ടനെ തേടി വന്നത്, അല്ലാതെ സുഭാഷേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിധിയും വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതോ എന്ന് ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് ധനയേട്ടാ അവന്റെ കാരണം നോക്കി 4 എണ്ണം കൂടി പൊട്ടിക്കെന്ന് ലളിത വിളിച്ചു പറയുന്നുണ്ട്. അദ്ദേഹം വീണ്ടും സുഭാഷിനെ പൊതിരെ തല്ലുമ്പോഴേക്കും നിധിയും സുനന്ദയുമെല്ലാം അദ്ദേഹത്തെ തടുക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അടിച്ചുകൊണ്ടേയിരിക്കുക. ദൈവം ദേഷ്യത്തോടെ നിർത്താനാ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം അടി നിർത്തുന്നുണ്ട്. ഞാൻ അച്ഛ ഇങ്ങോട്ട് വന്നതെന്ന് സുനന്ദ പറയുമ്പോ നീ വന്നെങ്കിൽ ഇവൻ അറിഞ്ഞൂടെ തിരിച്ചു പറഞ്ഞയക്കാൻ? ഇതവള് വെറുതെ പറയുന്നത് തന്നെയേട്ടാ. വീട്ടിലാണില്ലാത്ത സമയത്ത് ഇവനാ ഇവളിങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നീ എന്താടാ കരുതിയേ? ഒരുത്തി ഏതോ വീട്ടിൽ നിന്ന് ചാടിച്ചോണ്ട് വന്നു, അതുപോലെ എന്റെ മോളെയും ചാടിച്ചോണ്ട് വരാനുള്ള പ്ലാൻ ആണോടാ? ആണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലടാ എന്ന് ലളിതയും ഒച്ച വെക്കുന്നുണ്ട്. എല്ലാം കേട്ടോണ്ട് നിന്ന അവളുടെ അച്ഛനും ആഹാ അത് ശരി, അപ്പോ അതാണ് പ്ലാൻ അല്ലേ എന്ന് ചോദിച്ച് വീണ്ടും സുഭാഷിനെ ദേഷ്യത്തോടെ അടിക്കാനായി തുടങ്ങുന്നുണ്ട്. എന്നായി ചെല്ലുന്ന സുനന്ദയെ അമ്മ പിടിച്ചു മാറ്റുമ്പോഴേക്കും നിധിയെ അദ്ദേഹം തട്ടി മാറ്റുന്നുണ്ട്. നിധിയും ദേഷ്യത്തോടെ അദ്ദേഹത്തെ തള്ളി മാറ്റിക്കൊണ്ട് നിങ്ങളുടെ മകൾ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ എന്താടി ഇത്? എന്താ ഇവിടെ നടക്കുന്നത്? എടി നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ അന്യനാട്ടിൽ പോയി ജോലി ചെയ്യുന്നത്? എന്നിട്ട് നമ്മുടെ മോൾ ഇവിടെ വരുന്നത് തടയാൻ നിനക്കാവുന്നില്ലേ എന്ന് ലളിതയോടായി ചോദിച്ച് സുഭാഷിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നീയും നിന്റെ കുടുംബവുമായിട്ട് ഒരു ബന്ധവും വേണ്ടാന്ന് പറഞ്ഞ് തുങ്ങി കഴിയാ ഞാൻ. പിന്നെ എന്തിനാടാ എന്റെ മോൾ നിന്റെ വീട്ടിലേക്ക് വരുന്നത്? എന്റെ മോൾക്ക് വേറെ കല്യാണം ആലോചിക്കുന്നു എന്നറിഞ്ഞപ്പോഴുള്ള പ്ലാൻ ആണോടാ ഇത്? മാനവും മര്യാദയുമുള്ള ഒരു കുടുംബത്തിൽ നിന്നും നിനക്കൊരു പെണ്ണ് കിട്ടാൻ പോകുന്നില്ലെന്ന് മനസ്സിലായപ്പോ നീ എന്റെ മോളുടെ മനസ്സ് മാറ്റാൻ നോക്കി അല്ലേടാ? ഇനി ഞാൻ വീടില്ലടാ എന്ന് പറഞ്ഞ് വീണ്ടും സുഭാഷിന് വേറെ നടന്നെടുക്കുമ്പോഴേക്കും നിധി അദ്ദേഹത്തെ തള്ളി മാറ്റിക്കൊണ്ട് തൊട്ടു പോകരുതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വീണ്ടും ദേഷ്യത്തോടെ സുഭാഷിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് എടാ ഇനി നീ എന്റെ മോളുടെ നിഴല് പോലും കണ്ടുപോകരുത്, അങ്ങനെയുണ്ടായാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും എന്ന് പറഞ്ഞ് ലളിതയോടായി കൊണ്ടുപോടി ഇവളെ എന്ന് പറയുമ്പോഴേക്കും ലളിത സുനന്ദയും പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അദ്ദേഹം വീണ്ടും സുഭാഷിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നീ അത് മനസ്സിൽ വെച്ചോ, നിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോടി എന്ന് നിധിയോടും കൂടി പറഞ്ഞു അദ്ദേഹം ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. ആകെ സങ്കടത്തോടെ നിധിയും സുഭാഷിനോടായി എന്തിനാ സുഭാഷേട്ട ഇങ്ങനെ അടി വാങ്ങുന്നത്? ഉത്തരം പറ, എന്ത് കാര്യത്തിനാ അടി മുഴുവൻ നിന്ന് കൊണ്ടത് എന്ന് ചോദിക്കുമ്പോ മോൾ അത് വിടെന്ന് സുഭാഷും. നടന്നത് എന്താന്ന് എനിക്കും സുഭാഷേട്ടനും അറിയാം, എന്നിട്ടും അവര് പറഞ്ഞത് കേട്ട് ഒന്നും മിണ്ടാതെ നിന്ന് തല്ലുകൊള്ളുവാണോ? അവൾ വീണ്ടും ചോദിക്കുമ്പോ മോളെ നീ അത് വിട്ടേക്ക് പറഞ്ഞ് അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും നിധിക്കും ആകെ വല്ലതാവുന്നുണ്ട്. സുധീഷ് കാറോടിച്ചു പോകുന്നതിനിടയിലാണ് നിധിയുടെ കോൾ വരുന്നത്. മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ട് ആഹാ നമ്മുടെ ആളാണല്ലോ എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് കാർ സൈഡ് ഒതുക്കി നിർത്തി അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും പുറത്തുനിന്ന് നിധി ഹലോ പറയുന്ന കേട്ട് ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ, എന്നെ ഫോണിലൊക്കെ വിളിക്കാൻ തുടങ്ങിയോ എന്ന് സന്തോഷത്തോടെ സുധീഷ് ചോദിക്കുന്നുണ്ട്. എവിടെയുണ്ടെന്ന് നിധി ചോദിക്കുമ്പോ ഞാനിവിടെ അടുത്തു തന്നെയുണ്ട്. എന്താ അങ്ങോട്ട് വരണോ? 10 മിനിറ്റ് കൊണ്ടെത്താം. എന്താണ് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനോ വിളിച്ചേ എന്ന് റൊമാൻറ്റിക്കായി ചോദിക്കുമ്പോ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒന്ന് സൈഡാക്കുന്ന നിധിയും. സൈഡാക്കി അല്ല ഇയാളെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും അസുഖമുണ്ടോ? എന്തു പറ്റിയടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ ഇവിടാകെ പ്രശ്നമായിരിക്കാന്ന് നിധിയും. പ്രശ്നോ? ഇയാളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ എന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല, കുറച്ചു മുന്നേ സുനന്ദ വന്നിരുന്നു എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം നിധി പറയുമ്പോഴേക്കും അയാള് ചേട്ടനെ അടിച്ചുന്നോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അതെ അടിച്ചു, എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല, അതാ വിളിച്ചേ എന്നവൾ പറയുമ്പോഴേക്കും നിധി നീ ഫോൺ വെച്ചോ, ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് സുധീഷും ദേഷ്യത്തോടെ കോൾ വെക്കുന്നുണ്ട്. ഇടവൻ ഹരീഷിനെ വിളിച്ച് ഈ കാര്യം അറിയിക്കുമ്പോ തല്ലിന്നോ എന്ന് ദേഷ്യത്തോടെ അവനും ചോദിക്കുന്നുണ്ട്. അതേടാ നിധിയാ എന്നെ ഇപ്പൊ വിളിച്ച് പറഞ്ഞത് എന്ന് സുധീഷ് പറയുന്ന കേട്ട് സുധീഷേട്ടൻ എന്താ ഈ പറയുന്നത് എന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട്. എടാ ആ സുനന്ദ സുഭാഷേട്ടനെ കാണാൻ വേണ്ടി വന്നായിരുന്നത്രേ, അത് അയാൾക്ക് ഇഷ്ടായില്ലെന്ന്. എടാ ഞാൻ ഇപ്പൊ വീട്ടിലെത്തും, നീ അവിടെ വേഗം വന്നേക്കണം എന്ന് പറഞ്ഞ് സുധീഷ് കോൾ വയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ദാ എത്തി എന്ന് പറഞ്ഞ് ഹരീഷും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇവിടെ സുഭാഷ് അപ്പോഴേക്കും പണിക്കിറങ്ങാനായി ഉമ്മറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും പുറകിൽ നിന്ന് സുഭാഷേട്ടെന്ന് വിളിച്ച് നിധിയും അങ്ങോട്ടെത്തി സുഭാഷേട്ടൻ എങ്ങോട്ടാ എന്ന് ചോദിക്കുമ്പോ ഇറങ്ങാ മോളെ എന്ന് സുഭാഷും. ജോലിക്കോ എന്നവൾ ചോദിക്കുമ്പോ അതെ എന്ന് സുഭാഷും. ഇന്ന് പോണോ അവൾ ചോദിക്കുമ്പോ പോണം മോളെ സുഭാഷും. സുഭാഷേട്ടൻ ഓക്കെയാണോ എന്നവൾ വീണ്ടും ചോദിക്കുമ്പോ ഞാൻ ഓക്കെയാ, എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് സുഭാഷും. അടുത്തേക്ക് പോണോ എന്നവൾ വീണ്ടും ചോദിക്കുമ്പോ ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നവൻ പറയുമ്പോഴേക്കും എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്ന് നിധിയും ടെൻഷനോടെ പറയുന്നുണ്ട്. ഏയ് മോള് വിഷമിക്കൊന്നും വേണ്ട, എന്തൊക്കെയായാലും സ്വന്തക്കാരല്ലേ മോളെ, തെറ്റിദ്ധരിച്ചുണ്ടായതല്ലേ, സാരമില്ല. പിന്നെ ഇത് വേറെ ആരോടും പറയാൻ നിൽക്കണ്ട, പിള്ളേരറിഞ്ഞാ അത് മതി. എന്നാ ഞാൻ ഇറങ്ങാം മോളെ, മോളെ പേടിക്കൊന്നും വേണ്ട, അതിലടച്ചോ. അവരെന്തായാലും മോളെ ഒന്നും പറയുകയോ ചെയ്യുകയോ ചെയ്യില്ല, ദേഷ്യം മുഴുവൻ എന്നോട് കാണിക്കുന്നത്, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് പടിക്കെട്ടിറങ്ങി സുഭാഷ് ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴാണ് തന്റെ കാറിൽ സുധീഷും പുറകെ തന്റെ ബൈക്കിൽ ഹരീഷും അങ്ങോട്ടെത്തുന്നത്. സുഭാഷിന്റെ അരികിലേക്ക് വന്ന് എന്താ ഉണ്ടായി സുഭാഷേട്ടാ എന്ന് ചോദിക്കുമ്പോ അങ്ങോട്ട് വരുന്ന സുധീഷും അവർ സുഭാഷേട്ടനെ അടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അടിച്ചോന്ന് പറ സുഭാഷേട്ടാ എന്ന് ഹരീഷ് വീണ്ടും ചോദിക്കുമ്പോൾ സുഭാഷ് സംശയത്തോടെ നിധിയെ നോക്കുന്ന കണ്ട്
സുധീഷിനോട് ഞാനാ പറഞ്ഞതെന്ന് നിധിയും. എന്തിനാ മോളെ എന്നവളോടായി ചോദിച്ചേ. ഡാ അതങ്ങ് വിട്ടേക്ക്, അവര് തെറ്റിദ്ധരിച്ചുണ്ടായതാന്ന് സുഭാഷ് ഹരീഷിനോടായി പറയുന്നുണ്ട്. സുഭാഷേട്ടന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല സുനന്ദയെ ഇങ്ങോട്ട് വന്നത്. സുഭാഷേട്ടൻ വിളിച്ചിട്ടാ സുനന്ദ വന്നതെന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ സുഭാഷേട്ടനെ തല്ലുമായിരുന്നു എന്ന് നിധി പറയുമ്പോഴേക്കും എപ്പോഴും വരുന്നത് അവള്, എന്നിട്ട് കുറ്റം സുഭാഷേട്ടനും. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതിയോ എന്ന് ദേഷ്യത്തോടെ ഹരീഷൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും അതെ സുഭാഷേട്ടൻ വന്നേ, ഇന്ന് തന്നെ നമുക്കത് ചോദിക്കണം എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ചു വലിക്കുമ്പോഴേക്കും വേണ്ട, അതൊന്നും ശരിയാവില്ലെന്ന് സുഭാഷും പറയുന്നുണ്ട്. ഒക്കെ ശരിയാവും, അങ്ങനെ ചോദിക്കാനും പറയാനുമൊന്നും ആരുമില്ലാത്തവരല്ല നമ്മള് എന്ന് ഹരീഷും ദേഷ്യത്തോടെ പറയുമ്പോ എടാ വേണ്ട, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിക്കണ്ട എന്ന് സുഭാഷും പറയുന്നുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടാവാനാ, നമ്മൾ എപ്പോഴും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടാ അവരിങ്ങോട്ട് കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് സുധീഷ് പറയുമ്പോ അതെ, ഇനി അത് നടക്കില്ലെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് ഹരീഷും പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്ക്, ഇതിന്റെയൊന്നും ആവശ്യമില്ലെന്ന് സുഭാഷ് പറയുമ്പോ സുഭാഷേട്ടാ വരാൻ പറഞ്ഞ അങ്ങ് വന്നാ മതി, വന്നേ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി സുഭാഷിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പോകുന്നതിനിടയ്ക്ക് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നിങ്ങളെന്ന് സുഭാഷ് പറയുന്നുണ്ടെങ്കിലും ഒന്നും കേൾക്കുന്നില്ല. വന്നാ മതിയെന്ന് സുധീഷും പറയുന്നുണ്ട്. അവിടെ സുനന്ദയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക ലളിതയും കൂട്ടരും. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ, നീ എന്തിനാ അങ്ങോട്ട് പോയതെന്ന് അവളുടെ അമ്മ ചോദിക്കുമ്പോൾ എടി ലളിതേ, ഇവൾ ആ വീട്ടിലേക്ക് പോവാറുണ്ടോന്ന് ചോദിക്കുമ്പോഴൊക്കെ ഇല്ലാന്നല്ലേ നീ പറയാറ്. എടി നിന്നെ വിശ്വസിച്ചല്ലേ ഞാനിരുന്നത്, ഇങ്ങനാണോടി നീ ഇവളെ വളർത്തിയത് എന്നവളുടെ അച്ഛനും ചോദിക്കുന്നുണ്ട്. ഇവളെന്താ ഇള്ള കുട്ടിയാണോ, ഇവിടെ പോകുമ്പോഴും തോളത്ത് കയറ്റിക്കൊണ്ട് നടക്കാൻ ഒരു നേരം കിട്ടിയ അവൾക്ക് അവിടേക്ക് പോവാനുള്ള ജ്വരമാ. ഞാനെന്തു ചെയ്യാനാ, കുറെ തല്ലി നോക്കി എന്നിട്ടും ഫലമില്ലെന്ന് വന്നാ എന്ന് ലളിത പറയുമ്പോ അവളുടെ അച്ഛൻ ഗംഗാധരൻ ചേട്ടനോടായി വീട്ടിൽ കാരണവർ സ്ഥാനത്ത് ചേട്ടനുള്ളതല്ലേ, എന്നിട്ട് മളിയൻ ഇതൊന്നും അറിയാതെയാണോ ആ വീട് ഒഴിപ്പിച്ചെടുക്കാൻ നോക്കിയിട്ട് നാളെ എത്രയായി, ഇതുവരെ നടന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക, സിവിലല്ലേ, അത്ര പെട്ടെന്നൊന്നും തീരില്ല അതാ എന്ന് ഗംഗാധരനും പറയുന്നുണ്ട്. കാരണത്തിന് പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുറവുമില്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അഴിച്ചു വിടുന്നുണ്ടാ ഇവൾ അങ്ങോട്ട് പോകുന്നു തന്നെ അവരോടായി പറഞ്ഞ സുനന്ദയോടായി ഇടി ഇവര് രണ്ടുപേരെയും പറ്റിക്കുന്ന പോലെ എന്നോട് കാണിക്കണമെന്ന് വിചാരിക്കണ്ട, ഞാൻ കാണിച്ചു തരുന്ന പയ്യനെ കെട്ടി അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം, ഇനി നിന്റെ കല്യാണം കഴിയുന്നത് വരെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, എന്റെ വാക്ക് ധിക്കരിച്ചെങ്ങാനും നീ പോയാ എനിക്ക് ഇങ്ങനെ ഒരു മോളില്ലെന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും, പക്ഷേ സമാധാനത്തോടെ അവന്റെ കൂടെ കഴിയാമെന്ന് നീ വിചാരിക്കണ്ട, കേട്ടല്ലോ എന്നവളോടായി പറഞ്ഞ് ലളിതയോടായി മോക്ക് നല്ല ബുദ്ധി ഓതി കൊടുത്താ നിനക്ക് കൊള്ളാം, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട മാറ് എന്ന് പറഞ്ഞ് അവിടെ നിറങ്ങി പോകുന്നുണ്ട്. കരച്ചിലോടെ നിൽക്കുന്ന സുനന്ദയോടായി ലളിതയും കേട്ടല്ലോടി, നിനക്ക് വേണ്ടി അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ആ മനുഷ്യൻ പറഞ്ഞത് കേട്ടില്ലേ, നിന്നെ നല്ലൊരാളുടെ കൈ പിടിച്ച് ഏൽപ്പിക്കാനാ ആ മനുഷ്യൻ കിടന്ന് ഈ പെടാപ്പാടെല്ലാം പെടുന്നത്, അങ്ങേരെ നാണം കെടുത്താനാണ് നിന്റെ പരിപാടിയെങ്കിൽ എന്റെ തനി സ്വഭാവം നീ അറിയും. അവളുടെ നേരെ ഒച്ചയെടുക്കുമ്പോഴേക്കും ഗംഗാധരൻ ചേട്ടനും മതി നിർത്ത്, ആ ചെറുക്കന്റെ വീട്ടുകാർ കുറച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും, അവളോട് ഒരുങ്ങാൻ പറ, അവര് വരുമ്പോഴേ ഇങ്ങനെ കരഞ്ഞു വീർത്ത മുഖവുമായി നിൽക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹവും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ലളിതയും സുനന്ദയോടായി എടി ചെന്ന് മുഖം കഴുകി തയ്യാറാവാൻ നോക്കടി, കരഞ്ഞു വീർത്ത മുഖവുമായി ചെന്നു നിന്നാലേ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും, സാരി എടുത്ത് വെച്ചിട്ടുണ്ട് പോയി അതെടുത്തുകൊടുത്ത് നിൽക്ക്, അവളുടെ ഒരു പൂങ്കണ്ണീര് പറഞ്ഞ് അവളുടെ അമ്മയും റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും അവളും സങ്കടം സഹിക്കാനാവാതെ കട്ടിലേക്കിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഇവിടെ സുഭാഷിനെയും കൊണ്ട് അമ്മയുടെ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക സുധീഷും ഹരീഷും. എനിക്കൊരു പ്രശ്നവുമില്ലെന്നും പോണ്ടെന്നുമൊക്കെ സുഭാഷ് വലിച്ചു പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും കൂട്ടാക്കാതെ സുഭാഷിനെയും കൊണ്ട് അമ്മയുടെ വീട്ടിലേക്ക് ഓടിക്കയറി ചെന്ന് ബെല്ലടിച്ചോണ്ട് ആരുമില്ല ഇവിടെ, പുറത്തോട്ടൊന്ന് ഇറങ്ങി വരണം എന്ന് സുധീഷ് ഒച്ചവെക്കുന്നുണ്ട്. ഇടോ ഇറങ്ങി വാടോ എന്നൊക്കെ അവർക്കിടന്ന് ബഹളം വെക്കുമ്പോഴേക്കും അവരുടെ അമ്മായി ലളിതയും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. മൂന്നുപേരെയും കൊണ്ട് അങ്കലാപ്പോടെ ചേട്ടാ ഒന്നിങ്ങ് വന്നേ എന്ന് ലളിത വിളിക്കുമ്പോഴേക്കും അവരുടെ ഭർത്താവും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്താടാ എന്നയാൾ ചോദിക്കുമ്പോ നിങ്ങൾ എന്തിനാ സുഭാഷേട്ടനെ തല്ലിയേ എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും സുനന്ദയും സിറ്റ് ഔട്ടിലേക്ക് വരുന്നുണ്ട്. കുട്ടികൾക്ക് അവളുടെ അച്ഛനും മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഓ അനിയന്മാരെല്ലാം കൂടി ചേട്ടന് വേണ്ടി ചോദിക്കാൻ വന്നിരിക്കുകയാണോ, എന്തിനാ തല്ലിയെന്നല്ലേ അറിയേണ്ടത്, നിങ്ങളുടെ ചേട്ടനോട് ചോദിച്ചാൽ മനസ്സിലാവും എന്ന് അദ്ദേഹം പറയുമ്പോഴേക്കും അവിടെ നിൽക്കുകയായിരുന്ന സുനന്ദയെ ലളിത വഴക്കു പറഞ്ഞ് അകത്തേക്ക് ഓടിച്ചു വിടുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ അച്ഛനും പറഞ്ഞു കൊടുക്കടാ എന്റെ മോളെ നീ എന്താ ചെയ്തതെന്ന് എന്ന് സുഭാഷിനോടായി പറഞ്ഞ് സുധീഷിനോടായി എന്റെ മോളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, അടിക്കാതെ ഉമ്മ കൊടുക്കണോ എന്നയാൾ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ചേട്ടനെ ഇവിടെ വന്നിട്ടൊന്നുമല്ലല്ലോ കെട്ടിപ്പിടിച്ചത്, നിങ്ങളുടെ മകൾ അങ്ങോട്ടല്ലേ വന്നത് എന്ന് ദേഷ്യത്തോടെ സുധീഷും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ ഹരീഷും സുധീഷേട്ടാ നമ്മൾ വന്നത് ന്യായം ചോദിക്കാനല്ലല്ലോ, അവര് ചെയ്തതിന് മറുപടി കൊടുക്കാനല്ലേ എന്ന് ചോദിച്ച് സുഭാഷിനോടായി കിട്ടിയതാദ്യം തിരിച്ചു കൊടുക്കാൻ നോക്ക് ചേട്ടാ, എന്നിട്ട് മതി സംസാരം എന്ന് പറയുമ്പോഴേക്കും സുധീഷും സുഭാഷിന്റെ അടുത്തേക്ക് ചെന്ന് സുഭാഷേട്ടാ പൊട്ടിക്ക് അടിക്ക് എന്ന് ദേഷ്യത്തോടെ പറയുമ്പോ നീ എന്താ പറയുന്നത്, അതൊന്നും വേണ്ടെന്ന് സുഭാഷും മിണ്ടാതെ കിട്ടിയത് തിരിച്ചു കൊടുക്കു സുഭാഷേട്ടാ എന്ന് ഹരീഷ് വീണ്ടും ദേഷ്യത്തോടെ പറയുമ്പോ എടാ വേണ്ട വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് സുഭാഷും. അത് കേൾക്കെ സുധീഷും സുഭാഷേട്ടാ പ്രശ്നം ഉണ്ടാക്കാൻ വന്നത് ഇയാളല്ലേ, നമ്മളൊന്നും അല്ലല്ലോ
ഇയാളുടെ മകൾ അങ്ങോട്ടേക്കാ വന്നത്. വരണ്ടെന്ന് പറഞ്ഞിട്ടും അതനുസരിക്കാതെ വലിഞ്ഞു കയറി വന്നിട്ട് അതിനുള്ള ശിക്ഷ സുഭാഷേട്ടൻ അനുഭവിക്കണമെന്നാ എന്ന് സുധീഷ് പറയുമ്പോ അവരോട് സംസാരിച്ച് നിൽക്കാതെ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് വാ എന്ന് ഹരീഷും വിളിച്ചു പറയുന്നുണ്ട്. അടിക്കാൻ ചേട്ടനോടല്ലേ അടിക്കാൻ പറഞ്ഞത് എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും സുനന്ദയുടെ അച്ഛനും അങ്ങോട്ട് വന്ന് നിങ്ങൾ പറയുന്നത് കേട്ട് ഇവൻ എന്നെ അടിക്കോ? അതിനുള്ള ധൈര്യമുണ്ടോ ഇവന്? എന്നാ ഒന്ന് കാണണമല്ലോ എന്ന് ചോദിച്ച് സുഭാഷിന്റെ നേരെ അടിക്കടാ, ആണാണെങ്കി നീ അടിക്കടാ, എന്താടാ നിനക്ക് വയ്യേ, അടിക്കടാ, ആണാണെങ്കി അടിക്കടാ എന്ന് പറഞ്ഞ് സുഭാഷിനെ തള്ളുമ്പോഴേക്കും ഹരീഷും സുധീഷും കൂടി അദ്ദേഹത്തിന്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി അവരെ തല്ലി ചതയ്ക്കുമ്പോഴേക്കും അയ്യോ നാട്ടുകാരെ ഓടി വരണേ, അയ്യോ എന്റെ ധനയേട്ടനെ തല്ലുന്നേ എന്ന് പറഞ്ഞ് ലളിതമ്മായിയും ഒച്ച വെക്കുന്നുണ്ട്. സുഭാഷ് രണ്ടുപേരെയും പിടിച്ചു മാറ്റുമ്പോഴേക്കും സുധീഷ് അവരോടായി ഇതേ ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്താലും സുഭാഷേട്ടൻ പറയുന്നത് കേട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നു. ഇനി അത് നടക്കില്ല. ഇനി മേലിൽ ആ വീടിന്റെ പരിസരത്തെങ്ങാനും ഇവിടുന്ന് ആരെങ്കിലും വന്നാ എന്ന് സുധീഷ് അവരെ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും എടാ മതി വാ എന്ന് സുഭാഷ് വിളിക്കുന്നുണ്ട്. ഇല്ലേട്ടാ ഞങ്ങൾ വന്നോളാം എന്ന് അവനോടായി പറഞ്ഞ് വീണ്ടും അവരോടായി ദേ ഇനി നിങ്ങളുടെ മോളെങ്ങാനും ആ പരിസരത്ത് വന്നാ അടികിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും, അത് മറക്കണ്ട എന്ന് പറഞ്ഞ് ഹരീഷിനെയും സുഭാഷിനെയും വിളിച്ചോണ്ട് സുധീഷ് പോകുമ്പോഴേക്കും ഹരീഷ് വീണ്ടും ഒരു നിമിഷം തിരിഞ്ഞു നിന്ന് സുനന്ദയുടെ അച്ഛന്റെ കവിളത്ത് വീണ്ടും ആഞ്ഞടിക്കുന്നുണ്ട്. ഇതേ സുധീഷേട്ടൻ പറഞ്ഞത് മറക്കാണ്ടിരിക്കാനാ എന്ന് പറഞ്ഞവർ കാലി തീർത്ത് അവിടുന്ന് മടങ്ങി പോകുന്നുണ്ട്. അവിടെ ഉമ്മറത്തിട്ട കട്ടിലിൽ ഇരിപ്പുണ്ട് ഭാസ്കരൻ. നിധിയും നികേഷും എല്ലാം ടെൻഷനോടെ ഉമ്മറത്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് സുഭാഷും ഹരീഷും സുധീഷും കൂടി അമ്മായിയുടെ വീട്ടിലേക്കുള്ള വഴിയിൽ നിന്നും അങ്ങോട്ട് കയറി വരുന്നത്. സുഭാഷ് അവരോടായി പറയുന്നുണ്ട്, എടാ മിണ്ടിയാൽ അടിയല്ലാതെ വേറൊന്നും ഇല്ലേ നിങ്ങൾക്ക്? എന്തിനാ അയാളെ കയറി അടിക്കാൻ പോയത്? ഇനി അത് വേറെ പ്രശ്നമാവുമെന്ന്. അതുകൾക്ക് ഹരീഷും ഒന്നും മിണ്ടാതിരി സുഭാഷേട്ടാ, ഇതുപോലെ അവര് വിചാരിച്ചോ? ഇല്ലല്ലോ, ഒരു തെറ്റും ചെയ്യാതെ വന്ന് തല്ലിയ അതും കൊണ്ട് മിണ്ടാതിരിക്കുകയാണോ വേണ്ടത് എന്നവൻ ചോദിക്കുമ്പോ സുധീഷും അതെ സുഭാഷേട്ടാ, നമ്മൾ ചെയ്തത് തെറ്റൊന്നുമല്ല, കൊടുത്താടി കുറഞ്ഞു പോയെന്നേ എനിക്കുള്ളൂ, സത്യം പറഞ്ഞാ എനിക്ക് കലി അടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലേക്ക് നടക്കുമ്പോഴേക്കും അവരെ കണ്ട് നികേഷും ഓടി അവരുടെ അടുത്തേക്ക് ചെന്ന് ഷേട്ടാ എന്ന് പറഞ്ഞ് സുഭാഷേട്ടനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്തിനാ അവർ സുഭാഷേട്ടനെ അടിച്ചേ എന്നവൻ ചോദിക്കുമ്പോ അതൊന്നുമില്ലടാ എന്ന് പറഞ്ഞവർ ഉമ്മറത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ നിൽക്കുന്ന നിധിയോടായി ഇവരോടൊന്നും പറയണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതാ, ഇപ്പൊ കണ്ടില്ലേ ഇവന്മാര് രണ്ടുപേരും കൂടി അവിടെ പോയി അടിയുണ്ടാക്കി, ഇനിയിപ്പോ അതൊരു പ്രശ്നമാവും, ഇതറിയാവുന്നത് കൊണ്ടാ ഞാൻ മിണ്ടാതിരുന്നത് എന്ന് സുഭാഷ് പറയുന്നത് കേട്ടോണ്ട് നിന്ന നികേഷും സുധീഷേട്ടാ ഹരീഷേട്ടാ നിങ്ങൾ തിരിച്ചടിച്ചില്ലേ, അതുതന്നെയാ കറക്റ്റ് എന്ന് നികേഷും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല വേണ്ട പോലെ കൊടുത്തിട്ടുണ്ടടാ എന്ന് സുധീഷ് പറയുന്ന കേട്ട് അടിച്ചോ അവരെ എന്ന് അമ്പരപ്പോടെ നിധിയും. അല്ലാതെ പിന്നെ സുഭാഷ് ഏട്ടനെ വന്ന് അടിച്ചതിന് കൈയും കൊടുത്ത് തിരിച്ചു വരണമെന്നോ? നല്ല ഇടി തിരിച്ചു കിട്ടുമെന്നറിഞ്ഞാലേ അവരൊക്കെ ഒന്ന് പേടിക്കുകയുള്ളൂ എന്ന് സുധീഷ് പറയുന്നത് കേട്ട് കണ്ടില്ലേ ഇനി ഇതിവിടെ അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അതിന് തുടങ്ങി വെച്ചത് സുഭാഷേട്ടനല്ലല്ലോ, സുനന്ദ ഇങ്ങോട്ടല്ലേ കയറി വന്നത്, അതിന് സുഭാഷേട്ടൻ എന്തിനാ അടികൊള്ളുന്നത് നിധി ചോദിക്കുമ്പോ ഏയ് ആ പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയാറുള്ളതാ എന്ന് ഹരീഷും. സുഭാഷ് അവരോടായി എടാ അതൊരു പാവം പെണ്ണ, അച്ഛനും അമ്മയും പറഞ്ഞ പിന്നെ അതെന്തു ചെയ്യും എന്ന് ചോദിക്കുമ്പോ അത് തന്നെയാ പ്രശ്നം, ഒന്നുകിൽ അവിടെ നിൽക്കണം അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം, ഇങ്ങനെ രണ്ട് വഞ്ചിയിൽ കാലുകുത്തുന്നോണ്ടാ ഇങ്ങനെ പ്രശ്നമാവുന്നത്. ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയതേ ആ സുനന്ദ ഒറ്റ ഒരുത്തിയാ, എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ ചേട്ടന്റെ തലയിലായില്ലേ. സുഭാഷേട്ടാ ഇനി അവളെ ഈ പടിക്കകത്ത് കയറ്റരുത്. സുഭാഷേട്ടൻ അവള് പാവാന്ന് പറയും, പക്ഷേ അവരങ്ങനെ പറയാറുണ്ടോ? ഇല്ലല്ലോ എന്ന് ദേഷ്യത്തോടെ ഹരീഷ് ചോദിക്കുമ്പോഴേക്കും എല്ലാം കേട്ടോണ്ടിരുന്ന അവരുടെ അച്ഛനും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എടാ ആ പേർഷ്യക്കാരൻ പെരട്ട വന്ന് തല്ലിയപ്പോ ഒന്നും മിണ്ടാതെ വരവ് വെച്ച് നിന്നില്ലേ, അതാണെടാ നാണക്കേട്. ഓ ഇവൻ വലിയ യേശുക്രിസ്തു ആണല്ലോ, അതിന് പകരം നിങ്ങൾ പോയി അവരെ തല്ലിയിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് സുഭാഷിനോടായി എടാ ആണുങ്ങളായ തിരിച്ചു തല്ലാൻ അനിയന്മാരെ വിടുകയല്ല വേണ്ടത്, കൈയോടെ കൊടുക്കാനുള്ളത് കൊടുത്തങ്ങ് അവസാനിപ്പിക്കണം എന്നച്ഛൻ അവരോട് പറയുമ്പോഴേക്കും ഒരു ഓട്ടോയും പുറകിൽ ഒരു പോലീസ് വണ്ടിയും അങ്ങോട്ടെത്തുന്നുണ്ട്. ലളിതയും ധനയനും ഗംഗാധരനും ഓട്ടോയിൽ നിറങ്ങി വണ്ടി നിറങ്ങിയ പോലീസിന്റെ അടുത്തേക്ക് ചെന്ന് അതാ അവരാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ലളിത അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ 4 പേരെയും അറസ്റ്റ് ചെയ്യണം സാറേ എന്ന് പറയുമ്പോഴേക്കും ഇതിലാരാ സുഭാഷ് എന്ന് പോലീസും ചോദിക്കുന്നുണ്ട്. എന്താ സാറേ പ്രശ്നം എന്ന് സുധീഷ് ചോദിക്കുമ്പോ നീയാണോ സുഭാഷ് എന്ന് പോലീസും. ഇല്ല ഞാൻ അനിയനാ സുധീഷ് എന്നവൻ പറയുമ്പോ അപ്പോ നീ അങ്ങോട്ട് മാറി നിൽക്കുന്ന പോലീസും. നീയാണോ സുഭാഷ് എന്ന് ചോദിക്കുമ്പോ അതെ സാർ എന്ന് സുഭാഷും. നിന്റെ മേലിൽ ഒരു പരാതി ഉണ്ടല്ലോടാ എന്ന് എസ് ഐ പറയുമ്പോ എന്താ സാർ പരാതി എന്ന് നിധിയും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. ഇവരുടെ മകൾ സുനന്ദയെ ഇയാൾ ശാരീരികമായും മാനസികമായും അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇവരൊരു പരാതി തന്നിട്ടുണ്ടെന്ന് എസ് ഐ പറയുമ്പോ സാർ അത് നുണയാണ്, സുഭാഷേട്ടൻ അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ലെന്ന് നിധി പറയുന്നുണ്ട്. കേട്ടോണ്ട് നിന്ന ഹരീഷും ഞങ്ങളുടെ ചേട്ടൻ അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല, ഇത് വ്യാജ പരാതിയാ എന്ന് പറയുമ്പോ അത് ഞങ്ങൾ അന്വേഷിച്ചോളാം, ഇപ്പൊ തൽക്കാലം നീ വന്ന് ജീപ്പിൽ കയറുന്ന എസ് ഐ സുഭാഷിനോടായി പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും ചോദിക്കുന്നുണ്ട് ആരെങ്കിലും ഒരു കള്ളപ്പരാതി തന്നു കഴിഞ്ഞാൽ അതെന്താണ് ഏതാണെന്ന് അന്വേഷിക്കാതെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണോ സാറേ? സുഭാഷേട്ടനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് ഹരീഷും തീർത്തു പറയുന്നുണ്ട്. പറ്റില്ലെന്നോ
ഞാൻ നിങ്ങളുടെ പെർമിഷൻ വാങ്ങാൻ വന്നു കയറി നിൽക്കുന്നതൊന്നും അല്ലടാ. ഒരു പെണ്ണിനെയെ അപമാനിക്കാൻ ശ്രമിച്ചത് വകുപ്പ് എന്താണെന്ന് അറിയാമോടാ? മര്യാദയ്ക്ക് വന്ന വണ്ടി കയറുന്ന അദ്ദേഹം വീണ്ടും പറയുമ്പോൾ അത് നടക്കില്ല സാറേ എന്ന് ഹരീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അത് കേൾക്ക് എസ്ഐയും നിന്റെ ചേട്ടന് മാത്രമല്ല നിങ്ങൾ 4 പേരെയും ഒരുമിച്ചാ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. വണ്ടി കയറടാ. അവരുടെ മകളെ ഒരുത്തൻ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് ചോദ്യം ചെയ്തതിന് അവളുടെ അച്ഛനെ നിങ്ങൾ എല്ലാരും കൂടി തല്ലി ചതയ്ക്കുന്നു. നീയൊക്കെ എന്താടാ വിചാരിച്ചത്? നടക്ക്, 4 പേരെയും ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട് എന്ന് എസ്ഐ പറയുമ്പോഴേക്കും സാറേ ഇനി ഒരു പെൺകുട്ടിയോടും ഇവൻ ഇത് ചെയ്യാൻ പാടില്ല, അതുപോലെ തല്ലി ചതയ്ക്കണം എല്ലാത്തിനെയും എന്ന് ലളിതയും പറയുന്നുണ്ട്. എല്ലാം കേട്ടോണ്ട് നിന്ന ഗംഗാധരനും ഇവിടെ എപ്പോഴും ഇങ്ങനെയാ സാറേ. അന്ന് ഇവന്റെ അച്ഛൻ എന്റെ തല തള്ളി പൊളിച്ചു. ഇന്ന് മകൻ ഞങ്ങളുടെ മകളെ അപമാനിക്കാൻ ശ്രമിച്ചു. അത് ചോദിച്ചതിനെ ഞങ്ങളെ തല്ലി ചതച്ചു. ഇവരുള്ളിടത്തോളം ഞങ്ങളുടെ കുടുംബത്തിന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല സാറേ. ഇനി ഇവരെ പുറം ലോകം കാണരുത്. അതിനുള്ള എല്ലാ വകുപ്പുകളും ചേർത്ത് സാർ അവരെ അകത്തിടണം എന്ന് ഗംഗാധരൻ പറയുമ്പോ സാറേ നികേഷ് പഠിക്കുന്ന കുട്ടിയാ, അവൻ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് നിധിയും പറയുന്നുണ്ട്. പരാതിയിൽ അവന്റെ പേരുള്ളത് കൊണ്ട് അറസ്റ്റ് ചെയ്തേ പറ്റൂ. നിൽക്കാതെ പിടിച്ച് കേറ്റടാ എല്ലാത്തിനെയും എസ്ഐ കൂടെയുള്ളവരോടായി പറയുമ്പോഴേക്കും സുഭാഷ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് സാറേ ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും സാർ ആ പെൺകുട്ടിയുടെ മൊഴി എടുത്തിട്ടുണ്ടോ? അവൾക്ക് അങ്ങനെ ഒരു പരാതിയുണ്ടോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെയും കൂടി ഒപ്പിട്ട ഒരു പരാതിയാ ഞങ്ങൾക്ക് കിട്ടിയത് തക്കടാ എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും വിളിക്കുമ്പോ സാർ ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല നിധി സങ്കടത്തോടെ പറയുമ്പോ അതങ്ങ് കോടതിയിൽ തെളിയിച്ചാ മതി എന്ന് എസ്ഐയും ചെല്ലെന്ന് നിധിയെ തടഞ്ഞോണ്ട് പോവാം സാറേ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും പോലീസുകാർ എല്ലാവരെയും വിളിച്ച് വണ്ടിയിൽ കെറ്റുമ്പോഴേക്കും അവരുടെ പിറകെ ടെൻഷനോടെ സാർ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് സാർ പ്ലീസ് ഒന്ന് തുറക്ക് എന്ന് പറഞ്ഞ നിധിയും ടെൻഷനോടെ ഓടി നടക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി കഴിയുമ്പോഴേക്കും സിറ്റ് ഔട്ടിൽ ബീഡിയും വലിച്ചിരിപ്പ ഭാസ്കരൻ. നിധി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? നിങ്ങളുടെ 4 മക്കളെയാ പോലീസ് കൊണ്ടുപോയത്, എന്നിട്ട് നിങ്ങൾ ഇവിടെ ബീഡിയും കത്തിച്ചിരിക്കുകയാണോ? എന്തിയുടെ അടുത്ത് സുഭാഷ് ഏട്ടൻ തെറ്റായിട്ട് പെരുമാറിയിട്ടില്ല, അതെനിക്കറിയാം. അവളാ ഇങ്ങോട്ട് വന്നത് എന്ന് നിധി പറയുന്നത് കേൾക്കെ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിക്കാൻ എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് വേണോ? അവൻ എനിക്കറിഞ്ഞൂടെ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. അറിയാലോ, പിന്നെന്താ വെറുതെ ഇരിക്കുന്നേ, എന്തെങ്കിലും ഒന്ന് ചെയ്തൂടെ എന്ന് നിധി ചോദിക്കുന്ന കേട്ട് ബീഡിയും വലിച്ചോണ്ടിരുന്ന ഭാസ്കരൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് സന്റെ സൈക്കിളും എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. ഭാസ്കരൻ നേരെ ചെല്ലുന്നത് ലളിതയുടെ വീട്ടിലേക്കാണ്. ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കയറി എടി പൂതനെ, നിന്റെ ആ കിളവൻ ചേട്ടനെയും ആ പരട്ട പേർഷ്യക്കാരൻ നിന്റെ ഭർത്താവിനെയും കൂട്ടി പുറത്തോട്ട് വാടി, എടി പൂതനെ ഇങ്ങോട്ട് ഇറങ്ങി വാടി എന്ന് വിളിക്കുമ്പോഴേക്കും ഗംഗാധരനും ധനയനും വീടിന്റെ ഡോർ തുറന്ന് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതകൂടി അങ്ങോട്ട് വരുമ്പോഴേക്കും ഡി ഇങ്ങോട്ട് ഇറങ്ങി വാ, ആളില്ലാത്ത നേരം നോക്കി എന്റെ വീട്ടിൽ വന്ന് കയറിയത് നിന്റെ മോളാ, അതിന് എന്റെ മക്കൾ എന്ത് പിഴച്ചെന്നാ? പെണ്ണിനെ മര്യാദയ്ക്ക് വളർത്താൻ അറിയാത്തതിന് എന്റെ പിള്ളേർക്കെതിരെ പരാതി കൊടുക്കുകയാണോ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ ദേ എന്റെ മോളെ പറ്റി അനാവശ്യം പറയരുത്. നിങ്ങളുടെ കുടുംബം എങ്ങനെയാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്റെ മോളെ പറ്റി ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എടി ഞാൻ പറയുമെടി, അവൾ എന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് ഈ നാട്ടുകാരെ മുഴുവൻ കാണുന്നതാ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും എടാടാ മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. നിന്റെ മോൻ ഇവിടെ കയറി വന്ന് വഴക്കുണ്ടാക്കുമ്പോഴേ അത് കണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണോ? ഇനി അവരെ 4 പേരെയും കാണാനേ നീ ജയിലിൽ തന്നെ പോണ്ടി വരും എന്ന് ഗംഗാധരനും പറയുന്നുണ്ട്. വായടക്കടോ, എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ദേ ഈ നീക്കുന്ന നിന്റെ അളിയൻ ഇവനെ പ്ലെയിനിൽ കയറി അങ്ങ് പേർഷ്യയിലേക്ക് പോകത്തില്ല. അത് താൻ ഓർത്തോ? എന്റെ വീട്ടിൽ കയറി ആദ്യം തല്ലിയത് തന്റെ അളിയനാ. എന്റെ മുമ്പിൽ വെച്ചായിരുന്നു അത് ചെയ്തതെങ്കിൽ അവിടെ വെച്ച് തീർത്തേനെ ഞാൻ എന്ന് ഭാസ്കരൻ പറയുന്നത് കേട്ട് അത്രയ്ക്ക് നട്ടല്ലുള്ളവനാണെങ്കിലേ ഇപ്പൊ ഒന്ന് തൊട്, ഞാനൊന്ന് കാണട്ടെ എന്ന് ലളിതയും. തൊടുമെടി, ഞാൻ തൊടും. എന്റെ മക്കളുടെ പേരിൽ പോലീസ് കേസ് എടുത്തുന്നറിഞ്ഞ എന്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കും, കാണണോ? മകളുടെ കല്യാണം നടത്താനല്ലേ പ്ലെയിനിൽ കയറി ഇങ്ങോട്ട് വന്നത്. പെണ്ണിനെ ചെറുക്കന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കാനേ നിന്റെ കെട്ടിയോന് ഭാഗ്യമുണ്ടാവത്തില്ല, നോക്കിക്കോ. ഭാസ്കരൻ വെല്ലുവിളിക്കുമ്പോഴേക്കും താൻ എന്ത് ചെയ്യുമടോ എന്ന് ലളിതയും ചോദിക്കുന്നുണ്ട്. അവർ വീണ്ടും 1ഉം 2ഉം പറഞ്ഞ് ബഹളം തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന നിധിയും അത് കണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറയുന്നത് കേട്ട് മോളെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്നെ പോലൊരു പെൺകുട്ടിക്ക് കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലിത്. മോള് വീട്ടിലേക്ക് ചെല്ലുന്ന ഭാസ്കരൻ അവളോടായി പറയുന്നുണ്ട്. അത് കേൾക്കെ അമ്മായിയും ഈ നാട്ടിൽ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ഒരു വീടേ ഉള്ളൂ, തന്റെ വീടാ. അവിടേക്ക് കയറി വന്നവളല്ലേ ഇവള്, അപ്പൊ ഇവളുടെ സ്വഭാവം ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഭാസ്കരനോടായി പറയുമ്പോഴേക്കും ദേ എന്റെ മരുമോളെ പറ്റി പറഞ്ഞ വെച്ച് പല്ല് താഴെയിടും ഞാൻ എന്ന് പറഞ്ഞ് ഭാസ്കരൻ കൈ ഉയർത്തുമ്പോഴേക്കും നിധി വീണ്ടും അങ്ങോട്ട് വന്ന് ഒന്ന് നിർത്താനാ പറഞ്ഞേ എന്ന് പറയുന്ന കേട്ട് സുനന്ദയും ജനലിലൂടെ എത്തി നോക്കുന്നുണ്ട്. ദേ സുഭാഷ് ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സുനന്ദയ്ക്കും നിങ്ങൾക്കും അറിയാം. എന്നിട്ട് നിങ്ങൾ കള്ളപ്പരാതി കൊടുത്തില്ലേ? 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുക. നമ്മൾ പറയുമ്പോഴേക്കും ആഹാ എന്ന കണക്കായി പോയി. അവൻ എന്റെ മോളോട് എന്താ ചെയ്തെന്ന് ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. നിന്റെ കെട്ടിയവനും അവന്റെ അനിയന്മാരും കൂടി ചേർന്ന് എന്റെ ഭർത്താവിനെ തല്ലിയത്. അതിനെല്ലാം കൂടിയാ ഞങ്ങൾ പരാതി കൊടുത്തത്. അവരനുഭവിക്കട്ടെ എന്ന് ലളിതയും. നിങ്ങൾ ഈ കാണിക്കുന്നതിൽ ഒരു ന്യായവുമില്ല. നിങ്ങളുടെ മോള അവിടേക്ക് വന്നത്. നിങ്ങൾ ആദ്യം സുഭാഷ് ഏട്ടനെ തല്ലിയതെന്ന് നിധി പറയുമ്പോ ഞങ്ങളുടെ
ന്യായം ഞങ്ങൾ തീരുമാനിച്ചോളാം. കൊള്ളാവുന്നൊരു വീട്ടിലെ പെണ്ണാണെന്നാ നിന്നെ കുറിച്ച് ഞങ്ങൾ വിചാരിച്ചത്. ഇപ്പൊ മനസ്സിലായി നീയും ഇവരുടെ കൂട്ടത്തിൽ പെട്ടതാണെന്ന്. അല്ലെങ്കിൽ ഇവിടെ വന്ന് ഈ നാണം കെട്ടവർക്ക് വേണ്ടി സംസാരിക്കില്ലല്ലോ. ലളിത പറയുന്നത് കേൾക്കെ നാണം കെട്ടവള് നീ ആടി, അതുപോലെ നിന്റെ മോളുമെടി. അതുകൊണ്ടാ കടന്നു പോകരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും എന്റെ മോൾ അവിടെ വന്ന് കയറിയത്. ആദ്യം മക്കളെ നന്നായി വളർത്താൻ പഠിക്കുന്ന ഭാസ്കരനും. ഓ, മക്കളെ വളർത്തിയ ഗുണമൊന്നും നിങ്ങൾ പറയണ്ട. ആ ഗുണം കൊണ്ടാ മൂത്തവൻ ഒരിടത്തൊന്നും പെണ്ണ് കിട്ടാതെ വീട്ടിൽ നിൽക്കുന്നത്. എന്റെ മോളെ എങ്ങനെയെങ്കിലും വശീകരിച്ച് ഈ കുടുംബത്തിലേക്ക് വന്നു കയറാനാണ് മകന്റെ വിചാരമെങ്കിൽ തങ്ങ് മനസ്സിൽ വെച്ചേക്കാൻ അവനോട് പറഞ്ഞേക്ക്. ലളിത പറയുന്നത് കേട്ട് പൊട്ടിച്ചിരിയോടെ ഈ വീട്ടിലേക്ക്. എടി, കോർപ്പറേഷനിൽ നിന്ന് മാലിന്യം കൊണ്ടുപോകുന്ന ലോറി കണ്ടിട്ടുണ്ടോ? ഈ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടുന്നതിനേക്കാൾ നല്ലത് ആ ലോറിക്ക് കൊണ്ടുപോയി തല വെക്കുന്നതാ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും ഗംഗാധരനും തെറ്റുപറ്റിയത് നമുക്കാ ലളിത, ഇതിനും കൂടി ചേർത്ത് പരാതി കൊടുക്കണമായിരുന്നു. 5 പേരും കൂടി അകത്ത് പോയി കിടന്നേനെ. അത് ചെയ്യാത്തത് കൊണ്ടാ ഇവിടെ വന്ന് ബഹളം വെക്കുന്നത് എന്ന് പറയുമ്പോ ദേ, ബഹളം വെക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ വന്നത് എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. എല്ലാം കേട്ടോണ്ട് നിന്ന സുനന്ദയുടെ അച്ഛൻ തനയനും മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന് ഡാ പിന്നെന്തിനടാ നീ വന്നത്, തല്ലാനോ എന്ന് ചോദിക്കുമ്പോഴേക്കും നാ പിടിച്ചോടാ എന്ന് പറഞ്ഞൊരു വട്ടം തിരിഞ്ഞു വന്ന് അയാളുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട് ഭാസ്കരൻ. നിലത്തേക്ക് വീണ തനയനെ ലളിത ചെന്ന് പിടിച്ചുയർത്തുമ്പോഴേക്കും ഒറ്റയടിക്ക് താഴെ വീണത് കണ്ടില്ലേ പേർഷ്യക്കാരൻ എന്ന് പറഞ്ഞ് ഭാസ്കരനും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഡാ, ഉണക്ക കുബൂസ് തിന്നുണ്ടാക്കിയ തടിയല്ലിത് എന്ന് അയാളോട് പറഞ്ഞ് അടുത്തത് നിനക്കാടി എന്ന് പറഞ്ഞ് ലളിതയുടെ നേരെ ചെല്ലുമ്പോഴേക്കും കയറിപ്പോര് തന്നെയേട്ടാന്നും പറഞ്ഞ് ലളിത തന്നെയും കൊണ്ട് അകത്തേക്ക് ഓടി പോകുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ഗംഗാധരനോടായി എന്താടോ തനിക്ക് വേണോ എന്ന് ചോദിച്ച് ഭാസ്കരൻ അയാളുടെ നേരെ ചെല്ലുമ്പോഴേക്കും ഭാസ്കര വേണ്ട എന്ന് അയാളും പറയുന്നുണ്ട്. പരാതി കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്, പരാതി കൊടുക്കടാ. അങ്ങനെ ഭാസ്കരന്റെ മക്കൾ മാത്രം ലോകപ്പിൽ കിടക്കണ്ട, ഭാസ്കരനും കൂട്ടിരുന്നോളാം, കേറിപ്പോടകത്ത് എന്നൊച്ച വയ്ക്കുമ്പോഴേക്കും ഗംഗാധരനും അകത്തേക്ക് കയറിപ്പോയി വാതിലടയ്ക്കുന്നുണ്ട്. പേടിത്തൊണ്ടികള് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നിധിയോടായി നീ ചോദിച്ചില്ലേ എന്തെങ്കിലും ചെയ്തൂടെന്ന്. അതാ ഇത്, ഒരച്ഛന്റെ കടമ ചെയ്തില്ലെന്ന് പറയരുത്. ഇനി എന്റെ മക്കളായി അവരുടെ പാടായി അകത്തു കിടക്കുകയോ ജാമ്യം എടുക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ബീഡിയും വലിച്ച് ഭാസ്കരൻ തന്റെ സൈക്കിളും എടുത്തു പോകുമ്പോഴേക്കും ജനലിലൂടെ നോക്കി നിൽക്കുന്ന സുനന്ദയുടെ അടുത്തേക്ക് ചെന്ന നിധി, ഇതിനൊക്കെ കാരണം നീയാ, നീ തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറയുമ്പോ സുനന്ദയും കരച്ചിലൂടെ ഞാൻ എന്തു ചെയ്യുന്നതി, എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്ന പോലെയാ എന്ന് പറയുന്നുണ്ട്. സുഭാഷിട്ട് നിന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിനക്കും അറിയാലോ എന്ന് നിധി ചോദിക്കുമ്പോ അതെനിക്ക് അറിയാം നിധി, ഒക്കെ എന്റെ മാമനും അച്ഛനും കൂടി ചെയ്തതാ എന്ന് സുനന്ദ പറയുമ്പോ അത് നീ സ്റ്റേഷനിൽ വന്ന് പറയണമെന്ന് നിധിയും. എന്നെ ഇവിടുന്ന് എങ്ങോട്ടും വിടില്ല നിധി എന്ന് സുനന്ദ പറയുമ്പോഴേക്കും അത് കണ്ടോണ്ട് വന്ന ലളിതയും ദേഷ്യത്തോടെ എടിയെന്ന് വിളിച്ച് അങ്ങോട്ട് വന്ന് വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് സുനന്ദയെ ജനലിനടുത്തുനിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് നിധിയുടെ അരികിലേക്ക് ചെന്ന് ഇറങ്ങി പോക്കോണോ ഇവിടുന്ന്, അല്ലെങ്കിൽ ചൂടുവെള്ളം എടുത്ത് മുഖത്തൊഴിക്കും എന്ന് പറഞ്ഞ് ആ ജനൽപ്പാളി അടച്ച് സുനന്ദയും പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാ. എന്തോ മനസ്സിൽ ആലോചിച്ചുറപ്പിച്ച് നിധിയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നീട് സ്റ്റേഷനിലിരിക്കുന്ന സുഭാഷിനെയും അനിയന്മാരെയുമാണ് കാണിക്കുന്നത്. ഒരു പോലീസുകാരൻ അതിലെ വരുമ്പോഴേക്കും സുഭാഷ് എണീറ്റ് ചെന്ന് എന്റെ പേരിലാണ് സാർ പരാതിയുള്ളത്, ഞാൻ ഇവിടെ ഇരുന്നോളാം, അനിയന്മാരെ വിട്ടയക്കണം സാർ എന്ന് പറയുമ്പോ നീ തൽക്കാലം അവിടെ ഇരിക്കെ എന്ന് പറഞ്ഞ പോലീസുകാരൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് വീണ്ടും സാർ അവർക്ക് ഈ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല, അവരെ വെറുതെ വിട്ടേക്കണം സാർ, പ്ലീസ് സാർ എന്ന് വീണ്ടും പറയുമ്പോൾ പരാതി നിന്റെ പേരിൽ മാത്രമാണെന്ന് ആരാ പറഞ്ഞത്, നീ നിന്റെ അനിയന്മാരെയും കൂട്ടി വീട് കയറി തല്ലി എന്നാ പരാതി, അതും ഒരു പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തപ്പോ, വെറുതെയൊന്നുമല്ല കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പോലീസുകാരനും പറയുന്നുണ്ട്. ശേഷം അങ്ങോട്ട് എണീറ്റ് ചെന്ന് സാർ ഞങ്ങളുടെ ചേട്ടൻ ചെയ്യാത്ത കാര്യം പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് തല്ലിയത് ആദ്യം അവരാ, അത് നോക്കി വെറുതെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ഡാ ശബ്ദം കുറയ്ക്കേ എന്നിട്ട് അവിടെ പോയിരിക്കടാ, സമയമാവുമ്പോഴേ സാറ് വിളിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നികേഷും അവരുടെ അടുത്തേക്ക് ചെന്നിരുന്ന് ഇതൊരു കള്ളക്കേസടാ, അന്വേഷിച്ച അവർക്ക് മനസ്സിലാവും, നീ പേടിക്കണ്ട എന്ന് പറയുമ്പോഴേക്കും ഒരു പോലീസുകാരൻ അങ്ങോട്ട് വന്ന് ഡാ സാറ് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ സുഭാഷ് മാത്രം എണീച്ചത് കണ്ട് ഡാ നിങ്ങൾ എന്താടാ പ്രത്യേകം ക്ഷണിക്കണം, എണീറ്റ് വാ എന്ന് പറയുമ്പോഴേക്കും അവരും ആ പോലീസുകാരനെ പുറകെ ചെല്ലുന്നുണ്ട്. അവർ SIയുടെ അടുത്തെത്തുമ്പോഴേക്കും SIയും അവരോടായി ഇങ്ങോട്ട് മാറി നിൽക്കടാ, ആ പെൺകുട്ടിയുടെ കല്യാണം വേറെ നിശ്ചയിച്ചതല്ലേ, നിനക്ക് അവളെ വിവാഹം ചെയ്തു തരില്ലെന്ന് അവർ ആദ്യമേ വ്യക്തമായി പറഞ്ഞതാ, പിന്നെന്തിനാടാ ആ കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തെറ്റായ രീതിയിൽ പെരുമാറാൻ നോക്കിയത് എന്ന് SI ചോദിക്കുമ്പോഴേക്കും നിധിയും അങ്ങോട്ടെത്തുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുഭാഷിന് വേണ്ടി വാദിച്ച് സുനന്ദയെ ചോദ്യം ചെയ്യണമെന്നുള്ള നിധിയുടെ ആവശ്യം അംഗീകരിച്ച് സുനന്ദയെ ചോദ്യം ചെയ്യാനായി SIയും കൂട്ടരും സുനന്ദയുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.